നമസ്കാരം. ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ആർ രാജഗോപാലിന് പാസ്പോർട്ട് തന്നെ നിഷേധിച്ച സംഭവം ദേശീയതലത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. പൗരാവകാശം കവർന്നെടുക്കുന്നതിനെതിരെ ദേശീയ പാർട്ടികൾ തന്നെ രംഗത്തിറങ്ങി പ്രതിഷേധം ഉയർത്തി. നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഇന്നലെ വിശദമായൊരു വീഡിയോ ന്യൂസ് അറ്റ് ഹൗസിൽ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്ര നാളായിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടുമുള്ള അനിഷ്ടം രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ഒരു വിമർശനം കൂടിയായി നിലനിൽക്കുമ്പോൾ തന്നെ അത് വാർത്തകളായി വന്നിരുന്നില്ല. പ്രതിഷേധ രൂപം ഉയർത്തുന്ന വിധത്തിലേക്ക് മാധ്യമങ്ങൾ എത്തിയിരുന്നില്ല. എന്നാൽ ഇന്നലെ ഈ വീഡിയോ വന്നു, പൊതുവായ വിമർശനങ്ങൾ വ്യാപകമായി ഉയർത്തപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായി മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്ന് ന്യൂസ് അറ്റ് ഹൗസ് കൊണ്ട് വന്നതാണെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇന്നിപ്പോൾ പ്രധാന പത്രങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുമുണ്ട്. ആശ്വാസകരമായ കാര്യം, അതിൻ്റെ തുടർച്ചയായിട്ടെങ്കിലും സർക്കാർ ഏജൻസികൾ പുനരാലോചന നടത്തിയാലോ? ആശ്വാസകരമായൊരു സാഹചര്യം അങ്ങനെ വന്നു. എന്താശ്വാസമല്ലേ? രാജ്യത്തൊരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ്റെ പൗരത്വം തന്നെ പ്രതിസന്ധിയിലാക്കും വിധത്തിൽ SIR നിന്നും പേര് വെട്ടി ഇപ്പോൾ പാസ്പോർട്ടും വിലക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ എന്താശ്വാസം? അതിനൊപ്പം 6 കോടിയോളം സാധാരണക്കാരുടെ പൗരത്വത്തിൻ്റെ സങ്കീർണത ചുറ്റും നിന്ന് ആകുലപ്പെടുമ്പോൾ എന്താശ്വാസം? എന്തായാലും ഇക്കാര്യം ശ്രദ്ധിക്കപ്പെടും വിധം മാധ്യമങ്ങൾ അപ്രതീക്ഷിതമായി നല്ല നിലപാടെടുത്തു. അപ്രതീക്ഷിതം എന്ന് പറയാൻ കാരണമുണ്ട്. കേന്ദ്രത്തിലോട്ട് നോക്കാൻ പൊതുവെ ഒരു പേടിയുള്ള കാലമാണല്ലോ. ഇല്ലെങ്കിൽ രാജഗോപാലിൻ്റെ ഗതി വരുമെന്ന് അറിയാത്തവർ ആരുണ്ട്? എന്തായാലും മനോരമയും മാതൃഭൂമിയും മുതൽ മാധ്യമം വരെ കാര്യമായി തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരുന്നു. ആദ്യം പത്രങ്ങളുടെ നിലപാട് നോക്കാം. മനോരമ വെട്ടി ആദ്യം വോട്ട് പിന്നെ പാസ്പോർട്ട് എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകിയത്. ആർ രാജഗോപാലിൻ്റെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ ഉയർത്തിയ പ്രതിഷേധത്തെക്കുറിച്ചും വാർത്തയിലുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ സംഭവത്തിൽ ഇടപെടുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മനോരമ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട്. മനോരമ ആർ രാജഗോപാലിൻ്റെ ഒരു അഭിമുഖവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചില ആകുലതകൾ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ബംഗാളിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പോലും ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ബീഹാറിലും അസമിലും വോട്ടർ പട്ടിക മാനദണ്ഡമാക്കുന്നു. കർണാടകയിൽ കോൺഗ്രസും അത്തരമൊരു പ്രഖ്യാപനം നടത്തി എന്നാണ് അറിഞ്ഞത്. വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് SIR ലക്ഷ്യം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരിടത്തും ക്ഷേമ പദ്ധതികൾക്കോ തിരിച്ചറിയൽ രേഖയോ ഇത് പരിഗണിക്കുമെന്ന് പറഞ്ഞതായി കാണുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകളുണ്ട്. എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നതിന് വ്യക്തമായ മറുപടി ഇവിടെ നിന്നും കിട്ടുന്നില്ല എന്നാണ്. എന്നാൽ BJPയെ വിമർശിച്ച മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള രാഷ്ട്രീയ പകപോക്കലാണോ ഇത് എന്ന ചോദ്യത്തിന് അതിന് തെളിവില്ല എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. പാസ്പോർട്ട് പുതുക്കി നൽകാത്തത് നിയമപരമായി നിലനിൽക്കുമോ? വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചൂണ്ടിക്കാട്ടി കൊൽക്കത്ത പോലീസ് നൽകിയ വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് പാസ്പോർട്ട് പുതുക്കം കിട്ടാൻ തടസ്സമായിരിക്കുന്നത്. ലഭ്യമായ മറ്റെല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. ജൂലൈ 17 വീണ്ടും ഹിയറിംഗ് വിളിച്ചിട്ടുണ്ട്. എന്താണ് അടുത്ത നടപടി? പൗരൻ എന്ന നിലയിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. പൊതുസമൂഹം ഉണരുകയും പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തുകയുമാണ് വേണ്ടത്. ഓരോ ഘട്ടത്തിൽ ഓരോ രേഖകൾ കൊണ്ടുവരികയും അതിന് പിന്നീട് സ്വീകാര്യതയില്ലെന്ന് പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സാധാരണ മനുഷ്യർക്കൊക്കെ വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം വലിയൊരു മാധ്യമപ്രവർത്തകനായിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ആദ്യം 2002 വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞ് പുതിയ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കുന്നു. ഇപ്പോൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഈ പുതിയ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞ് പാസ്പോർട്ട് നിഷേധിക്കുന്നു. ഇനിയിപ്പോൾ ആധാറിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബംഗാൾ SIR നിന്ന് രാജഗോപാലിനെയും വെട്ടി എന്ന നിലയിൽ മാതൃഭൂമി, മനോരമയുടെ ഈ വാർത്തകളുടെ തുടർച്ചയായിട്ട് മാതൃഭൂമിയും തലക്കെട്ട് നൽകി വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട്. പ്രമുഖ മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ രോഷം പങ്കുവച്ചിരുന്നു. അദ്ദേഹം എഴുതിയ കുറിപ്പിൻ്റെ ഭാഗം ഇങ്ങനെ വായിക്കാം. ഒരു പത്രാധിപരുടെ ദുരിതം. ഇക്കാലത്തെ ഇന്ത്യൻ മാധ്യമരംഗത്ത് ഏറ്റവും ധീരനും സമർത്ഥനും ആയ പത്രാധിപരിൽ മുൻപിലാണ് മലയാളിയായ ആർ രാജഗോപാൽ. കൽക്കത്തയിൽ നിന്നിറങ്ങുന്ന ദ ടെലഗ്രാഫ് പത്രത്തിൻ്റെ പത്രാധിപർ, എൻ്റെ ദീർഘകാല സുഹൃത്ത്, കുറച്ചു കാലം സഹപ്രവർത്തകൻ. അദ്ദേഹം കുറേ മാസങ്ങളായി കടുത്ത യുദ്ധത്തിലാണ്. പശ്ചിമ ബംഗാളിലെ കുപ്രസിദ്ധമായ പ്രത്യേക തീവ്ര പരിശോധനയുടെ ഭാഗമായി വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത 27 ലക്ഷം പേരിൽ ഈ പ്രശസ്തനായ പത്രാധിപരുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇക്കുറി വോട്ട് ചെയ്യാനായില്ല. തൻ്റെ പേര് വീണ്ടും ഉൾപ്പെടുത്താൻ തിരുവനന്തപുരത്ത് നിന്ന് കൽക്കത്തയിൽ പോയി താമസിച്ച് മാസങ്ങളായി ഇത്രയും പ്രമുഖനായ ഒരു പത്രാധിപർ ഭഗീരഥ ശ്രമം നടത്തിയിട്ടും ഫലമില്ല. 2002 വോട്ടർ പട്ടികയിൽ തൻ്റെ അച്ഛൻ്റെ പേരും ഇല്ല എന്ന് പറഞ്ഞാണ് അധികൃതർ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിക്കാതിരുന്നത്. പകരം വിവിധ രേഖകൾ സമർപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല. ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ മുന്നിലാണ് അപ്പീൽ. പ്രശസ്ത ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനും മദ്യവിരുദ്ധ പ്രവർത്തകനും ഗാന്ധി സ്മാരക നിധിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കോളേജ് അധ്യാപകനും ഒക്കെയായിരുന്നു പരേതനായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രൊഫസർ രാംദാസ്. ഇന്നും കൃത്യമായി വോട്ടവകാശം വിനിയോഗിച്ചിരുന്ന തൻ്റെ അച്ഛൻ്റെ പേര് എന്തുകൊണ്ട് 2002 വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്. ഇപ്പോൾ തൻ്റെ അച്ഛനും
കോളേജ് അധ്യാപികയായ അമ്മയും ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ സംഘടിപ്പിക്കാനുള്ള യത്നത്തിലാണ് അദ്ദേഹം. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനാൽ മറ്റൊരു പ്രതിസന്ധിയിലുമായി. ഇക്കാരണം ചൂണ്ടിക്കാണിച്ച് പോലീസ് പാസ്പോർട്ടിന് അനുമതി നിഷേധിച്ചു. ബയോമെട്രിക് പരിശോധന കഴിഞ്ഞ് 100 ദിവസമായിട്ടും പരിശോധന അനുകൂലമല്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കൽ പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് കാലിഫോർണിയയിൽ ഏപ്രിൽ നടന്ന മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. ആദ്യ വർഷം ഇന്ത്യയിൽ 6 കോടി പേരാണ് ഇതിനകം സമ്മതിദായക പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. 10 വർഷം കൽക്കത്തയിൽ സ്ഥിരതാമസമായി പ്രമുഖ പത്രത്തിന്റെ അധിപനായിരുന്ന ഒരാൾക്കും ഇതാണ് സ്ഥിതി എങ്കിൽ സാധാരണക്കാർക്ക് തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാൽ എന്തെങ്കിലും രക്ഷയുണ്ടാകുമോ? രാജഗോപാൽ നയിച്ച പത്രം BJPയോട് സ്വീകരിച്ച നിശിതമായ വിമർശനങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വിശ്വസിച്ചാൽ തെറ്റുണ്ടോ എന്നാണ് MG രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് വിദേശകാര്യമന്ത്രി S ജയശങ്കർക്ക് കത്തയച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കൽ പാസ്പോർട്ട് നിഷേധിക്കാനോ പുതുക്കാനോ ഉള്ള നിയമപരമായ കാരണമല്ല എന്ന് അദ്ദേഹം കത്തിൽ വിശദീകരിച്ചു. ഒരു പോലീസ് റിപ്പോർട്ട്, അതായത് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കി പൗരത്വം സംശയിക്കാൻ അധികൃതർക്ക് അധികാരമില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു. നേരത്തെ MA ബേബി ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുതിയ പ്രതിഷേധക്കുറിപ്പ് ഇങ്ങനെയാണ്: ദേശീയ ദിനപത്രമായ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ R രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി നൽകാൻ വിസമ്മതിച്ച അധികൃതരുടെ നടപടി ഞെട്ടൽ ഉളവാക്കുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന കാരണം പറഞ്ഞാണ് പാസ്പോർട്ട് പുതുക്കാനുള്ള അപേക്ഷ നിരസിച്ചത്. ലോകം അറിയുന്ന ഒരു പത്രാധിപർക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ പൗരരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് പറയേണ്ടതില്ല. BJPയുടെ കടുത്ത വിമർശകൻ എന്ന നിലയിൽ ആയിരിക്കും രാജഗോപാൽ പ്രതികാര നടപടിക്ക് ഇരയായിട്ടുണ്ടാവുക. എന്നാൽ ഇതോടൊപ്പം വിഭാഗീയ സമീപനത്തോടെ സാധാരണക്കാരായ പൗരരെ തെരഞ്ഞുപിടിച്ച് SIRലൂടെ പുറത്താക്കുകയാണ്. വിഭജന ഹിന്ദുത്വ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉപകരണമായി SIR മാറിക്കഴിഞ്ഞു. പൗരത്വം നിർണ്ണയിക്കേണ്ടത് SIRന്റെ അടിസ്ഥാനത്തിലല്ല എന്നത് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. പൗരരുടെ ജീവിതവും അവകാശങ്ങളും ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർക്ക് നിശബ്ദരായിരിക്കാനാവില്ല. ജനാധിപത്യത്തെ വിലമതിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നാണ് പിണറായി വിജയൻ ആഹ്വാനം ചെയ്തത്. ഇന്നലെ പറഞ്ഞതാണ് ന്യൂസ് അറ്റ് ഹൗസിൽ ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. ദ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്റർക്ക്, രാജ്യത്തെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകന് ഇതാണ് അവസ്ഥ എങ്കിൽ 6 കോടിയിൽപ്പെട്ട സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? SIRൽ നിന്നും ആദ്യം നീക്കം ചെയ്യപ്പെട്ടു, പാസ്പോർട്ട് ഇപ്പോൾ നിഷേധിക്കുന്നു. ഇനി എന്തൊക്കെ നേരിടേണ്ടി വരും? ആകുലതയോടെ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. നന്ദി, നമസ്കാരം.